എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് കേരളത്തിന്റെ കഴിഞ്ഞ 500 വർഷത്തെ കഥയാണ്. കേൾക്കുമ്പോൾ അവിശ്വസനീയമെന്ന് തോന്നാവുന്ന ഒരുപാട് സങ്കീർണതകൾ നിറഞ്ഞ ഒരു കഥ. ഒരു കാലത്ത് ലോകത്തിന്റെ വ്യാപാരഗതി തന്നെ നിയന്ത്രിച്ചിരുന്ന ഒരു കൊച്ചുതീരം എങ്ങനെയാണ് ഇന്ന് ലോകം മുഴുവൻ ശ്രദ്ധിക്കുന്ന ഒരു സാമൂഹിക വികസന മാതൃകയായി മാറിയത് നമുക്ക് നോക്കാം. അപ്പോ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ഈ പറയുന്നതൊന്നും ഇന്നോ ഇന്നലെയോ തുടങ്ങിയതല്ല. നൂറ്റാണ്ടുകൾക്ക് മുൻപ് ലോകഭൂപടത്തിൽ കേരളത്തിന് വലിയൊരു സ്ഥാനമുണ്ടായിരുന്നു. ഇത് വെറും ഒരു തീരപ്രദേശമായിരുന്നില്ല, അല്ലേ? കിഴക്കിനെയും പടിഞ്ഞാറിനെയും ബന്ധിപ്പിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വ്യാപാര കേന്ദ്രം തന്നെയായിരുന്നു ഇത്. ശരി, അപ്പൊ എന്തായിരുന്നു ഇവിടേക്ക് എല്ലാവരെയും ആകർഷിച്ചത്? ഒറ്റവാക്കിൽ പറഞ്ഞാൽ സുഗന്ധവ്യഞ്ജനങ്ങൾ. നമ്മളിന്ന് കറികളിലൊക്കെ ഇടുന്ന കുരുമുളകും ഏലവുമൊക്കെ അന്ന് സ്വർണത്തേക്കാൾ വിലയുള്ള വസ്തുക്കളായിരുന്നു. ഒന്ന് ചിന്തിച്ചു നോക്കൂ, ഈ ചെറിയ കായ്കൾക്കും വിത്തുകൾക്കും വേണ്ടി വലിയ വലിയ സാമ്രാജ്യങ്ങൾ യുദ്ധം ചെയ്യാൻ വരെ തയ്യാറായിരുന്നു. അപ്പോ സ്വാഭാവികമായും ഒരു ചോദ്യം വരും, അല്ലേ? ഇത്രയും വലിയ സമ്പത്ത്, ഈ വ്യാപാര കേന്ദ്രം ആര് നിയന്ത്രിക്കും? ഈ ഒരൊറ്റ ചോദ്യം കേരളത്തിന്റെ, എന്തിന് ലോകത്തിന്റെ തന്നെ ചരിത്രം മാറ്റിമറിച്ചു. ഇവിടെ നിന്നാണ് നമ്മൾ പുരാതന കാലത്തെ കച്ചവടത്തിൽ നിന്ന് യൂറോപ്യൻ ശക്തികളുടെ വരവിലേക്കുള്ള ആ വലിയ മാറ്റം കാണാൻ തുടങ്ങുന്നത്. യൂറോപ്യന്മാര് വരുന്നതിനും എത്രയോ നൂറ്റാണ്ടുകൾക്ക് മുൻപ് തന്നെ ഇന്ത്യൻ മഹാസമുദ്രത്തിലെ ഈ സുഗന്ധവ്യഞ്ജന വ്യാപാരം വളരെ സജീവമായിരുന്നു കേട്ടോ. പക്ഷെ അന്ന് അതിന്റെ നിയന്ത്രണം യൂറോപ്യന്മാരുടെ കയ്യിലായിരുന്നില്ല. മറിച്ച് അറബികളും മറ്റ് ഏഷ്യൻ വ്യാപാരികളുമായിരുന്നു ഈ മേഖല അടക്കി ഭരിച്ചിരുന്നത്. പക്ഷെ 15ാം നൂറ്റാണ്ടിന്റെ അവസാനമായപ്പോഴേക്കും കഥയാകെ മാറി. ഈ ലാഭകരമായ വ്യാപാരത്തിന്റെ നിയന്ത്രണം പിടിച്ചെടുക്കാൻ യൂറോപ്പിലെ വൻശക്തികൾ ഇവിടേക്ക് കപ്പല് കയറാൻ തുടങ്ങി. അതോടുകൂടി കേരളം ചരിത്രത്തിന്റെ ഒരു പുതിയ ഘട്ടത്തിലേക്ക്, ഒരു പുതിയ യുഗത്തിലേക്ക് കടക്കുകയായിരുന്നു. അപ്പോ ഈ അധികാരമാറ്റം എങ്ങനെയായിരുന്നു എന്ന് നോക്കാം. 1498-ൽ വാസ്കോഡ ഗാമയുടെ വരവോടെ പോർച്ചുഗീസുകാർ തുടക്കം കുറിച്ചു. പിന്നെ ഡച്ചുകാർ വന്നു. പക്ഷേ 1741-ലെ കുളച്ചൽ യുദ്ധത്തിൽ അവർ പരാജയപ്പെട്ടത് ഒരു വലിയ വഴിത്തിരിവായി. 18ാം നൂറ്റാണ്ടിന്റെ അവസാനമായപ്പോഴേക്കും ബ്രിട്ടീഷുകാർ രംഗം പൂർണ്ണമായും കൈയടക്കി. ചുരുക്കിപ്പറഞ്ഞാൽ ഏകദേശം ഒരു 250 വർഷം കൊണ്ട് കേരളത്തിന്റെ ഭരണം പല കൈമറിഞ്ഞ ഒടുവിൽ ബ്രിട്ടീഷുകാരുടെ നിയന്ത്രണത്തിലായി. അപ്പോ ഈ കൊളോണിയൽ ഭരണത്തിന്റെ ബാക്കി പത്രം എന്തായിരുന്നു? അതത്ര സിമ്പിളല്ല. കാരണം അതിന് 2 വശങ്ങളുണ്ട്. ഒരു വശത്ത് നോക്കിയാൽ കശുവണ്ടി, പുകയില, പൈനാപ്പിൾ പോലെയുള്ള പുതിയ വിളകൾ വന്നു, അച്ചടിശാലകൾ വന്നു, യൂറോപ്യൻ രീതിയിലുള്ള വിദ്യാഭ്യാസം വന്നു. ഇതൊക്കെ നല്ല കാര്യങ്ങളായിട്ട് നമുക്ക് തോന്നാം. പക്ഷെ മറുവശത്തെന്താ സംഭവിച്ചത്? വലിയ തോതിലുള്ള സാമ്പത്തിക ചൂഷണം, നമ്മുടെ പരമ്പരാഗത വ്യവസ്ഥകളുടെ തകർച്ച, പിന്നെ നിർബന്ധിത മതപരിവർത്തനങ്ങൾ, ഇതെല്ലാം സാധാരണ ജനങ്ങൾക്കിടയിൽ വലിയ എതിർപ്പുകൾക്ക് കാരണമായി. അങ്ങനെ നമ്മൾ കഥയുടെ അടുത്ത ഘട്ടത്തിലേക്ക് എത്തുകയാണ്. 1947 ഇന്ത്യയ്ക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നു. ഇതോടെ കൊളോണിയൽ ഭരണവും അതിനു മുൻപുണ്ടായിരുന്ന ഫ്യൂഡൽ വ്യവസ്ഥയും ഉണ്ടാക്കിവെച്ച ഭീകരമായ അസമത്വങ്ങളെ നേരിടാൻ കേരളത്തിന് ഒരു സുവർണാവസരം കൈവന്നു. അന്നത്തെ ഏറ്റവും വലിയ പ്രശ്നം എന്തായിരുന്നു എന്നറിയാമോ? അതിന്റെ മൂലകാരണം മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ ഈ ഒരു വാക്ക് അറിഞ്ഞിരിക്കണം: ജന്മിക്കുടിയാൻ വ്യവസ്ഥ. എന്താണിത്? വളരെ ലളിതമായി പറഞ്ഞാൽ, സമൂഹത്തിലെ ഒരു ചെറിയ വിഭാഗം, അതായത് ജന്മിമാർ, കേരളത്തിലെ മുഴുവൻ ഭൂമിയും കൈവശം വെച്ചിരുന്നു. ഭൂരിപക്ഷം വരുന്ന സാധാരണക്കാർ, അതായത് കുടിയാന്മാർ, തലമുറകളായി അവരുടെ ഭൂമിയിൽ വെറും അടിയാളന്മാരായി ഒരവകാശവുമില്ലാതെ ജീവിക്കാൻ വിധിക്കപ്പെട്ടവർ. അത്രയേറെ അന്യായമായ ഒരു സിസ്റ്റമായിരുന്നു അത്. ഇങ്ങനെയൊരു സാഹചര്യത്തിലാണ് കേരള രാഷ്ട്രീയത്തിൽ ചരിത്രപരമായ മാറ്റം സംഭവിക്കുന്നത്. 1957-ൽ തിരഞ്ഞെടുപ്പിലൂടെ ഒരു കമ്മ്യൂണിസ്റ്റ് സർക്കാർ അധികാരത്തിൽ വരുന്നു. അവർ വന്ന ഉടൻ തന്നെ സംസ്ഥാനത്തിന്റെ തലവിധി മാറ്റിയെഴുതിയേക്കാവുന്ന ഒരു കാര്യത്തിന് തുടക്കം കുറിച്ചു. അതാണ് ഭൂപരിഷ്കരണം. ആ മാറ്റം എത്രത്തോളം വലുതായിരുന്നു എന്ന് നോക്കൂ. പരിഷ്കരണത്തിന് മുൻപ് ലക്ഷക്കണക്കിന് ആളുകൾക്ക് സ്വന്തമായി ഒരു തുണ്ട് ഭൂമിയില്ലായിരുന്നു. ജന്മി എപ്പോ വേണമെങ്കിലും ഇറക്കിവിടുമെന്ന പേടിയിലായിരുന്നു ജീവിതം. എന്നാൽ 1969-ലെ ഭൂപരിഷ്കരണ നിയമം വന്നതോടെ ആ അടിമത്തം അവസാനിച്ചു. ജന്മിത്തം തന്നെ ഇല്ലാതായി. ലക്ഷക്കണക്കിന് കുടിയാന്മാർക്ക് അവർ കാലങ്ങളായി കഴിഞ്ഞിരുന്ന ഭൂമിക്ക് ഉടമസ്ഥാവകാശം കിട്ടി. ഇതൊരു സാമ്പത്തിക മാറ്റം മാത്രമായിരുന്നില്ല, അതിലുപരി ഒരു വലിയ സാമൂഹ്യ വിപ്ലവം തന്നെയായിരുന്നു. ഇവിടെ നിന്നാണ് നമ്മൾ ഇന്ന് ആഘോഷിക്കുന്ന കേരള മോഡൽ എന്ന് പറയുന്ന വികസന മാതൃകയുടെ തുടക്കം. ആരോഗ്യം, സാക്ഷരത, മാനവ വികസനം, ഈ മേഖലകളിലെല്ലാം കേരളം കൈവരിച്ച അത്ഭുതകരമായ നേട്ടങ്ങളുടെ എല്ലാം അടിസ്ഥാനശില പാകിയത് ഈ ഭൂപരിഷ്കരണമായിരുന്നു. എന്നാൽ ഈ വിജയകഥ ഇവിടെ തീരുന്നില്ല.
അതിനത്രയൊന്നും ചർച്ച ചെയ്യപ്പെടാത്ത ഒരു മറുവശം കൂടിയുണ്ട്. ഈ ഭൂപരിഷ്കരണം അതിന്റെ എല്ലാ ഗുണങ്ങളോടും കൂടി എല്ലാവർക്കും ഒരുപോലെ നീതി നൽകിയോ? ഇല്ല. ആ നിയമത്തിൽ ചില വലിയ വിടവുകളുണ്ടായിരുന്നു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഈ പറയുന്നത്. നിയമത്തിൽ ഒരു ഭൂപരിധി വെച്ചിരുന്നു. അതായത് ഒരാൾക്ക് കൈവശം വെച്ചാവുന്ന ഭൂമിക്ക് ഒരു ലിമിറ്റ്. പക്ഷേ വലിയ തോട്ടങ്ങളെ, അതായത് പ്ലാന്റേഷനുകളെ ഈ നിയമത്തിൽ നിന്ന് ഒഴിവാക്കി. കൊളോണിയൽ കാലത്ത് തുടങ്ങിയ ഈ കൂറ്റൻ തോട്ടങ്ങൾക്കൊന്നും ഈ നിയമം ബാധകമായിരുന്നില്ല. ഭൂമി എല്ലാവർക്കും തുല്യമായി വീതിച്ചു നൽകുക എന്ന ലക്ഷ്യത്തിന് ഏറ്റവും വലിയ തിരിച്ചടിയായിരുന്നു ഇത്. അപ്പോ ഈ പഴുതുകൾ കൊണ്ട് ഏറ്റവും കൂടുതൽ നഷ്ടം സംഭവിച്ചതാർക്കായിരുന്നു? കേരളത്തിന്റെ കാർഷിക മേഖലയുടെ നട്ടെല്ലായിരുന്ന ദളിത് ആദിവാസി സമൂഹങ്ങൾക്ക് തന്നെ. ഭൂപരിഷ്കരണത്തിന്റെ യഥാർത്ഥ ഗുണഫലങ്ങൾ അവരിലേക്ക് പൂർണ്ണമായി എത്തിയില്ല. ഫലമോ, അവർ വലിയൊരു വിഭാഗം ഭൂരഹിതരായി തന്നെ തുടർന്നു. അതുകൊണ്ടുതന്നെ ഇതൊരു ചരിത്ര വിഷയം മാത്രമല്ല, ഇന്നും തുടരുന്ന ഒരു യാഥാർത്ഥ്യമാണ്. നമ്മൾ കേട്ടിട്ടുള്ള മുത്തങ്ങയിലെയും ചെങ്ങരയിലെയും ഭൂസമരങ്ങളൊക്കെ ഇതിന്റെ ഏറ്റവും പുതിയ ഉദാഹരണങ്ങളാണ്. തങ്ങൾക്ക് അർഹതപ്പെട്ട ഭൂമിക്കു വേണ്ടി, നീതിക്കു വേണ്ടി ഈ സമൂഹങ്ങൾ ഇന്നും പോരാട്ടം തുടരുകയാണ്. ശരി, ഇനി നമുക്കീ കഥയെ ഇന്നത്തെ കേരളത്തിലേക്ക് കൊണ്ടുവരാം. 21ാം നൂറ്റാണ്ടിൽ കേരളത്തിന്റെ സമൂഹത്തെയും സമ്പദ്വ്യവസ്ഥയെയും ഒരുപോലെ മാറ്റിമറിക്കുന്ന പുതിയൊരു കുടിയേറ്റം നമ്മൾ കാണുന്നുണ്ട്. നമ്മള് അതിഥി തൊഴിലാളികൾ എന്ന് വിളിക്കുന്ന മറ്റു സംസ്ഥാനങ്ങളിൽ നിന്ന് വരുന്നവരുടെ കാര്യമാണിത്. അവരെക്കുറിച്ചും നമുക്ക് 2 വശങ്ങൾ കാണാം. ഒരു വശത്ത് നമ്മുടെ നിർമ്മാണ മേഖല അടക്കമുള്ള പലയിടങ്ങളിലും അവരില്ലാതെ മുന്നോട്ടു പോകാൻ പറ്റില്ല. കേരളത്തിന്റെ സമ്പദ്വ്യവസ്ഥയ്ക്ക് അവരുടെ സംഭാവന വളരെ വലുതാണ്. പക്ഷേ മറുവശത്ത് അവർ നേരിടുന്ന വെല്ലുവിളികൾ നോക്കൂ. വളരെ മോശം താമസ സൗകര്യങ്ങൾ, കുറഞ്ഞ വേതനം, സാമൂഹിക സുരക്ഷയുടെ അഭാവം, ഭാഷയുടെ പേരിലുള്ള വിവേചനം, അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ അവർ നേരിടുന്നുണ്ട്. അപ്പോ കേരളത്തിന്റെ ഈ 500 വർഷത്തെ യാത്ര നമ്മളെല്ലാവരുടെയും മുന്നിൽ ഒരു വലിയ ചോദ്യം ഉയർത്തുന്നുണ്ട്. നമ്മുടെ ഭൂതകാലത്തെ, അതിലെ നേട്ടങ്ങളെയും കോട്ടങ്ങളെയും നമ്മൾ എങ്ങനെയാണ് നോക്കിക്കാണേണ്ടത്? പഴയ അനീതികൾ തിരുത്തിക്കൊണ്ട് ഇന്ന് നമ്മുടെ കൂടെ ജീവിക്കുന്ന അതിഥി തൊഴിലാളികൾ അടക്കമുള്ള എല്ലാവർക്കും തുല്യതയും നീതിയും ഉറപ്പാക്കുന്ന ഒരു ഭാവിയെ നമുക്ക് എങ്ങനെ കെട്ടിപ്പടുക്കാൻ കഴിയും? ഇത് കേരളം മാത്രം ചോദിക്കേണ്ട ഒരു ചോദ്യമല്ല. ഒരുപക്ഷെ ലോകം മുഴുവൻ ഇതിന് ഉത്തരം കണ്ടെത്തേണ്ടതുണ്ട്.